ഇനി നമുക്ക് സിമ്പിളായിട്ട് ഒരു ഡിസൈൻ വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചുരിദാറിൻ്റെ, സാരിയുടെ അതേപോലെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഭയങ്കര സിമ്പിളായിട്ടൊരു ചെറിയ സാധനമാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ചുരിദാറാണ് എടുത്തിട്ടുള്ളത്, ഫുൾ സ്ലീവ് ആയിട്ടുള്ളത്. ഞാൻ സ്ലീവും ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരുന്നത്. ഒരു കോപ്പർ കളറിലുള്ള കട്ട് ബീഡ്സും സീക്വൻസും ആട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ സാധനങ്ങൾ മാത്രം മതി. ഇതേപോലെ ഫസ്റ്റ് കട്ട് ബീഡ് കയറ്റിയിട്ട് പിന്നെ ഒരു സീക്വൻസ് കൊടുത്ത് താഴോട്ട് വരുന്ന രീതിയിൽ ഒരു തുന്നൽ കൊടുക്കുക. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലോട്ടും തുന്നൽ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കണം. കുറച്ചും കൂടി കയറ്റിയായിരിക്കണം രണ്ടാമത്തെ നമ്മൾ നൂല് കുത്തിയെടുക്കേണ്ടത്. ഒരേ ലെവലിലെടുത്താൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല. കുറച്ച് കയറ്റി എടുത്തിട്ട് രണ്ട് സൈഡിലോട്ട്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇതേപോലെ കട്ട് ബീഡ്സും സീക്വൻസും എടുത്തിട്ട് രണ്ട് സൈഡിലോട്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലോട്ടും ആ സൈഡിലോട്ടും ഇതേപോലെ ഈ സ്ലീവ് മൊത്തവും ചെയ്യണം. ഇത് ഒറ്റയടിക്ക് ഒരെണ്ണം കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നില്ല. പക്ഷേ ഇച്ചിരി അടുപ്പിച്ച് മൊത്തമായിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രസത്തിലിങ്ങനെ കാണും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റിയതാണ്. പുറത്തൊന്നും കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തയ്ക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു സൂചി നൂലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓരോ വർക്ക് കഴിയുമ്പോഴും ഇതിൻ്റെ താഴെ നമ്മളൊരു കെട്ടിട്ട് കൊടുത്താൽ അതൊന്ന് സേഫായിട്ടിരിക്കും. പിന്നെ അത്ര പെട്ടെന്നൊന്ന് പൊട്ടിപ്പോയാലൊന്നും അതങ്ങനെ ഇളകില്ല. ഒരു രണ്ട് കെട്ടൊക്കെ ഒന്ന് താഴെ എല്ലാത്തിൻ്റെയും ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഞാനൊരു 3 എണ്ണമാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ ഞാൻ ഈ ചുരിദാറിൻ്റെ നെക്ക് ഫുള്ളും ചെയ്തിട്ടുണ്ട്. നല്ല അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.